ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന പുലരി എന്ന ധ്യാന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇത് ശ്രവിക്കുന്നതിലൂടെ ദൈവവചനം കേൾക്കുകയും അതിലൂടെ നമ്മുടെ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് തീരട്ടെ. ജനുവരി മാസത്തിൻ്റെ ഈ 2-ാം ദിവസം പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവന്ദനം നിങ്ങൾക്ക് നേരുന്നു. നല്ലൊരു ദിവസം ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. 6 ദിവസം കൊണ്ട് ദൈവം തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു. മനുഷ്യന് വിശ്രമത്തിനും ദൈവത്തെ ആരാധിക്കുവാനും ഉള്ള ദിവസമായി ദൈവം അതിനെ കൽപ്പിച്ചാക്കി. 7-ാം ദിവസം മനുഷ്യൻ വിശ്രമിക്കണമെന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. നിരന്തരമായി അധ്വാനിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുക 30 ദിവസമുള്ള ആഴ്ചയാണ് ദൈവം സൃഷ്ടിച്ചിരുന്നതെങ്കിൽ മനുഷ്യൻ ക്ഷീണിച്ചു പോയേനെ. എന്നാൽ 6 ദിവസം അധ്വാനിച്ച ശേഷം 7-ാമത്തെ ദിവസം വിശ്രമിക്കുന്നത് അവൻ്റെ ശരീരത്തിന് മാത്രമല്ല, അവൻ്റെ മനസ്സിനും അവൻ്റെ ആത്മാവിനും അത് വളരെയേറെ നന്മ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടി കരുതുന്നു എന്ന ഒരു വസ്തുത നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വേലക്കാരനായ മനുഷ്യൻ വേല ചെയ്ത് ക്ഷീണിക്കണമെന്നല്ല. പിന്നെയോ വേല ചെയ്യുന്ന മനുഷ്യൻ വിശ്രമിക്കുകയും വീണ്ടും ശക്തി പ്രാപിച്ച് ദൈവം അവന് നൽകിയതായിരിക്കുന്ന ജോലി ചെയ്യുകയും ചെയ്യണമെന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിലത്തെ പൊടി കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. പൊടിയുമായി വളരെ ഇഴകിച്ചേർന്ന ഒരു ബന്ധമാണ് മനുഷ്യന് ഉള്ളത്. പൊടിയായ മനുഷ്യൻ മരിച്ചാൽ പൊടിയിലേക്ക് തന്നെയാണ് ചേരുന്നത്. എന്നാൽ പൊടിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് അത് കുഴച്ച് ചൂളയിൽ വെച്ചാൽ, ചൂട് പിടിപ്പിച്ചാൽ അത് കട്ടിയാകുന്നൊരു വസ്തുവാണ്. അങ്ങനെ ചൂടിൽ ഉരുകിപ്പോകുന്ന ഒരു വസ്തുവല്ല മണ്ണ് എന്ന് പറയുന്നത്. മനുഷ്യനും അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും ക്ലേശങ്ങളിലും ഉരുകിപ്പോകണം എന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ അധ്വാനിക്കുന്നതായിരിക്കുന്ന മണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ്. മണ്ണിൽ നിന്ന് ആഹാരപദാർത്ഥങ്ങൾ ഉത്ഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെടികളെല്ലാം അതിൻ്റെ ഫലവും ഇലയും ഒക്കെ നമുക്ക് നൽകുന്നത് മണ്ണിനോട് ബന്ധപ്പെട്ടാണ്. മണ്ണിൽ നിന്ന് പോഷകാംശങ്ങൾ വലിച്ചെടുത്താണ്. എന്താണത് കാണിക്കുന്നത്? ദൈവം മനുഷ്യന് വേണ്ടി എത്രയധികം കരുതി. മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ മണ്ണുമായി ബന്ധപ്പെട്ട് അത് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു എന്നതാണ്. പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ മരണം വരുന്നതുവരെയും പൊടിയിൽ തന്നെ അധ്വാനിച്ച് അവന് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് അവനെക്കുറിച്ചുള്ളതായിരിക്കുന്ന കൽപ്പിതം. തോട്ടത്തിൽ വേല ചെയ്യുവാനും പണി ചെയ്യുവാനും വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ശേഷം അവരെ ഒരു തോട്ടത്തിൽ കൊണ്ടാക്കി. എന്നിട്ട് അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ വേല ചെയ്യണം, ഈ തോട്ടത്തെ നിങ്ങൾ കാക്കണം. 2 കാര്യമാണ് പറഞ്ഞത്. വേല ചെയ്യുന്നത് എന്തിനാണ്? മനുഷ്യൻ്റെ ഉപജീവനത്തിന്. തോട്ടത്തിൽ വേല ചെയ്യാതെ ഫലം നിരന്തരമായിട്ടുണ്ടാവുകയില്ല. ഫലം തുടർച്ചയായിട്ടുണ്ടാകണമെങ്കിൽ കൃഷി ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ തോട്ടം മനോഹരമായി നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ അതിനെ സൂക്ഷിക്കണം, അത് ചെയ്യേണ്ടതുപോലെ അതിനെ പരിപാലിക്കണം. ദൈവം അവിടെയും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചിന്തിച്ചത്. ദൈവം തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വാർത്ഥത എന്ന ഒന്നില്ലല്ലോ. കാരണം മറ്റാർക്കെങ്കിലും ലഭിക്കേണ്ടത് മുടക്കിക്കൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോഴാണല്ലോ സ്വാർത്ഥത വരുന്നത്. ദൈവത്തിന് അങ്ങനെ ഒരു വിഷയം ദൈവത്തിനില്ല. മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ദൈവം സൃഷ്ടിച്ച എല്ലാ ജന്തുക്കൾക്കും പേരിടുവാൻ ദൈവം മനുഷ്യനോടാണ് കൽപ്പിച്ചത്. ഈ പേരിടുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അധികാരം ജന്തുക്കൾക്ക് മേൽ സ്ഥാപിക്കുക എന്നതാണ്. അങ്ങനെ എല്ലാ ജന്തുക്കൾക്കും പേരിട്ടപ്പോൾ സകല ജന്തുക്കളുടെയും മേൽ മനുഷ്യന് അധികാരമുള്ളവനായിട്ട് മനുഷ്യൻ തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മനുഷ്യന് ജന്തുക്കളുടെ മേൽ അധികാരമുള്ളവനായിട്ടല്ല കാണുന്നത്, ജന്തുക്കളെ ഭയപ്പെട്ടാണ്. നമ്മുടെ നാട്ടിലെ പട്ടിയെ ഭയന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ, ആളുകൾക്ക് പുറത്തു പോകാൻ പ്രയാസമാണ്. പന്നിയെ ഭയന്ന് കൃഷി ചെയ്യാനായിട്ട് വയ്യ. കാട്ടാനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും ഭയന്ന് മനുഷ്യനിന്ന് ജീവിക്കുവാൻ കൂടെ വയ്യാത്തൊരു സ്ഥിതിയാണ്. ഇങ്ങനെയൊരു സ്ഥിതി വരണമെന്നല്ല ദൈവം ആഗ്രഹിച്ചത്. മനുഷ്യൻ്റെ അധികാരം ജന്തുക്കളുടെ മേൽ വരികയും ജന്തുക്കൾ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യണമെന്നാണ്.
ജന്തുക്കൾ മനുഷ്യനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അത് ശരിയായിരിക്കാം. എന്നാൽ വാസ്തവത്തിൽ എന്താണ്, ഇന്ന് മനുഷ്യനാണ് ജന്തുക്കളെ ഭയപ്പെട്ട് മാളങ്ങളിൽ ഒളിക്കേണ്ടതായിരിക്കുന്ന ഒരു സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതി വരുവാനുള്ള കാരണം എന്താണ്? ദൈവം മനുഷ്യനോട് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ വിശ്വസ്തമായി ചെയ്തില്ല എന്നുള്ളതാണ്. ദൈവം മനുഷ്യനോട് ജീവിക്കണമെന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവിച്ചില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പരാജയമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമ്മുടെ അനുസരണക്കേടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആദമഹവ്വമാരെ ഏറ്റവും അനുഗ്രഹീതമായി നിത്യകാലം മുഴുവൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി ക്രമീകരണങ്ങളും ചെയ്തു. എന്നാൽ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുവാനാണ് മനുഷ്യന് താല്പര്യം തോന്നിയത്. അങ്ങനെ ദൈവത്തിൻ്റെ ദാസനായ മനുഷ്യൻ ദൈവത്തിനോട് മത്സരിയായിട്ട് തീർന്നു. ദൈവത്തിനെതിരെ അവൻ ചിന്തിക്കുന്നവനായി തീർന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ ഓടിപ്പോകുവാൻ തക്കവണ്ണം ദൈവത്തെ ഭയപ്പെടുന്നവനായിട്ട് അവൻ തീർന്നു. ഇതൊരിക്കലും ദൈവം ആഗ്രഹിച്ചതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നമ്മോട് വീണ്ടും കരുണ കാണിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വസ്തമായി ചെയ്യാം. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം കേട്ട തിരുവചന ചിന്ത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയ ചിന്തയുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.